നമ്മുടെ നാട്ടിലെ വീടിൻ്റെ ഒരു ഹോം ടൂർ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ നാളുകൊണ്ട് വിചാരിക്കുമായിരുന്നു ചെയ്യണമെന്ന്. കുറച്ച് നാൾക്ക് മുമ്പേ എടുത്ത് വെച്ചൊരു വീഡിയോ ആണ്. അപ്പം ഞാൻ വിചാരിച്ചത് ഇപ്പോൾ അപ്ലോഡ് ചെയ്യാമെന്ന്. ഞങ്ങൾ നാട്ടിൽ പണിത വീടിൻ്റെ വീഡിയോ ആണിത്. അപ്പോൾ ഇതാണ് വീടിൻ്റെ വെളിയിൽ നിന്നുള്ള ലുക്ക്. അകത്ത് പണികളൊക്കെ മൊത്തം ഓൾമോസ്റ്റ് തീർന്നു വന്നാലേ എല്ലാമൊന്നും തീർന്നിട്ടില്ല. വീടിൻ്റെ ഓണർ പണി വന്നാണ്. പിന്നെ ഇതാണ് കയറി വരുന്ന ലൗഞ്ച് സിറ്റ് ഔട്ട് എന്ന് പറയുന്നത്. ഇതാണ് മേളത്തെ സീലിങ്ങിൻ്റെ വർക്ക്. ഇത് ഫർണിച്ചേഴ്സ് എല്ലാം തന്നെ നമ്മുടെ വീട്ടിൽ കുറേ പട്ടിയുണ്ട് കേട്ടോ. അവന്മാരെ കുറയ്ക്കുന്നു. ഹോളിൽ നിന്ന് വന്ന് താഴത്തെ ഒരു ബെഡ്റൂം, താഴെ 2 ബെഡ്റൂമാണുള്ളത്. ഇത് താഴത്തെ ഒരു ബെഡ്റൂം. ഇവിടെ ഇങ്ങനെ ചെറിയ ഇതുപോലുള്ള ഗ്ലാസ്സാണ് അവിടെ. പിന്നെ താഴത്തെ ടോയ്ലറ്റ്, അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. എല്ലാ ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട്. ഇതാണ് താഴത്തെ ഒരു ടോയ്ലറ്റ്. പിന്നെ അവിടെ നിന്ന് നമ്മളിങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേക്കും ഇതാണ് നമ്മുടെ കിച്ചൺ പ്ലസ് ഡൈനിങ് ഏരിയ. ഇതാണ് കിച്ചൻ്റെ അവിടെ ഒരു ഓപ്പൺ കിച്ചനാണ്. കിച്ചൻ്റെ അങ്ങോട്ട് പോകുന്നതാണ്. ഇതാണ് കിച്ചൻ്റെ മെയിൻ ലുക്ക്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തൊരു വർക്ക് ഏരിയ പോലെ ഉണ്ട്. സാധനങ്ങളൊക്കെ അവിടെ വയ്ക്കാൻ ഗ്യാപ്പ് കിടക്കുന്ന സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞിട്ടില്ല. പിന്നെ വർക്ക് ഏരിയയുടെ അതുവഴി വെളിയിലൊരു മുറ്റമുണ്ട്, താഴോട്ട് സ്ഥലമുണ്ട്. അതുവഴി നമ്മളിങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേക്കും അവിടെ ഒരു ബാൽക്കണി. ആ ബാൽക്കണി വന്ന് അവസാനിക്കുന്നത് ഇവിടെയാണ്. ഇതാണ് ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയയുടെ അവിടെ താഴോട്ട് നോക്കിയാൽ അവിടെ ഗ്ലാസ് ഇട്ടിട്ട് പോകണം. താഴോട്ട് നോക്കിയാൽ നമ്മുടെ താഴത്തെ പാടവും പിന്നെ അവിടെ ഒരു കുളമുണ്ട്, മീൻ കുളമുണ്ട്. അതിൽ കുറേ മീനുകളൊക്കെ ഉണ്ട്. അവിടെ നിന്നുള്ള നല്ല വ്യൂ ആണ് കിട്ടുന്നത്. രാവിലെയൊക്കെ ഇറങ്ങിയാൽ ഭയങ്കര രസമാണ് അവിടെ ഇരിക്കാൻ വേണ്ടി. നല്ല കാറ്റ്, രസമാണ്. അവിടെ ഇങ്ങനെ വന്ന് ഇത് താഴത്തെ 2ാമത്തെ ബെഡ്റൂം. ഇതാണ് വേറൊരു ബെഡ്റൂം. എല്ലാത്തിനും അറ്റാച്ച്ഡ് കബോർഡ്സും എല്ലാം ഉണ്ട്. പിന്നെ അതിനും അറ്റാച്ച്ഡ് ഒരു ടോയ്ലറ്റ്. പിന്നെ അതിന് അവിടെ ഒരു ചെറിയൊരു ഡ്രസ്സിങ് ഏരിയ പോലെ ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ മേലിലോട്ട് വന്നു. ഇത് മേളിൽ നിന്നുള്ള ലുക്കാണ്. മേലിലോട്ട് വന്നിട്ട് ഇത് മേലത്തെ ആ ഡൈനിങ് റൂമിൻ്റെ മേലിൽ നിന്നുള്ള ലുക്ക്. മേലൊരു ചെറിയ സിറ്റിംഗ് ഏരിയ ഉണ്ട്, അതാണിത്. അവിടുന്ന് മേലോട്ട് സ്റ്റെയർസ് ഉണ്ട്. മേലത്തെ ഒരു മെയിൻ ബെഡ്റൂം. ഇതൊരു മെയിൻ ബെഡ്റൂം, അതിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. പിന്നെ അതൊരു ഡ്രസ്സിങ് ഏരിയ, ഒരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. ഇതിന് ബാൽക്കണിയുള്ള ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിന്. അപ്പോൾ ഇതുവഴി നമ്മളിങ്ങനെ വന്ന് ഇവിടെ ഒരു കസേരയൊക്കെ ഇട്ട് ഇങ്ങനെ രാവിലെ ഇരുന്ന് ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. അതിന് ബാൽക്കണി ഉണ്ട്. പ്രാർത്ഥന അതാത് സമയത്ത് വേണ്ടതൊക്കെ നൽകി ആദരിക്കുന്ന ദൈവമാണ് നാം സ്നേഹിക്കുന്നത്. ജ്ഞാനീഷിനെ കുടുംബമായിട്ട് നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് ചില നാളുകളായി ഒരു ഭവനത്തിന് വേണ്ടി അവർ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. തക്ക സമയത്ത് തന്നെ ഇങ്ങനെ മനോഹരമായ ഒരു ഭവനം പണി നോക്കിയേറ്റ അവരുടെ പ്രാർത്ഥനയുടെ ഈ ഭവനത്തിന്റെ വാദത്തോട് പ്രവേശിച്ചു. സന്തോഷത്തിനും സമാധാനത്തിനും ആഗ്രഹത്തിനും കാരണമായി നമ്മുടെ വീടിൻ്റെ വെളിയിൽ നിന്നുള്ള ഒരു വ്യൂ ആണ്. രാവിലത്തെ ഒരു വീഡിയോ എടുത്തേക്കുന്നതാണ്. ഏർലി മോർണിംഗിൽ
എടുത്ത ഒരു വ്യൂ ആണ്.